അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനമായ അൽബിറിൻ്റെ കീഴിൽ നമ്മുടെ ഹൃദയങ്ങളിൽ റമദാനിൽ നന്മകൾ വളരാനും തിന്മകൾ അകലാനും റമദാൻ സന്ദേശങ്ങൾ എല്ലാ ദിവസവും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം അവരുടെ ജീവിതത്തെ നന്മയിൽ പാകപ്പെടുത്താൻ പഠിക്കണം, സമയത്തെ വിനിയോഗിക്കാൻ പഠിക്കണം. ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഞാനെന്തിന് ചെയ്യുന്നു എന്ന ആലോചനയുണ്ടാവണം. നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏത് കാര്യവും ചെയ്യുന്നതിൻ്റെ മുമ്പ് വൈ എന്ന ഒരു ക്വസ്റ്റ്യന് ആൻസർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ ദുന്യവിയായ വിജയത്തിന് മാത്രമല്ല, ഉഖ്റവിയായ വിജയത്തിനും അനിവാര്യമാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും അള്ളാഹു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 3 എണ്ണമാണെന്ന് ഹദീസിൽ കാണാം. 1 ലിമയാണ്, 2 കൈഫയാണ്, 3 ലിമൻ എന്നതാണ്. ലിമ എന്ന ക്വസ്റ്റ്യൻ വൈ എന്നാണ്. നിങ്ങളിത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണ്? രണ്ടാമത്തത്, നിങ്ങളിത് ചെയ്യുന്ന റൂട്ട് മാപ്പ് ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമൻ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും മിഡിലും ലാസ്റ്റിലും ചോദിക്കണമെന്നാണ് ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അങ്ങനെ ജീവിതത്തെ പാകപ്പെടുത്തുന്ന ഒരാൾ ട്രാപ്പുകളിൽ പോയി വീഴില്ല, തിന്മയുടെ കൂട്ടുകെട്ടിൽ പോയി അവൻ പരാജയപ്പെടില്ല. അവൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നുവെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്നതിനെക്കുറിച്ച് നല്ല ബോധവാനായിരിക്കും. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇദാ അറത്ത അംറൻ ഫതദബ്ബർ ആഖിബത. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്താണ് എന്ന കാര്യം നിങ്ങൾ നന്നായി ആലോചിക്കണേ. പുതിയ കാലത്ത് നമ്മൾ ഒഴിവു സമയങ്ങളിലൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസുകളിൽ, ഷോർട്സുകളിൽ ഇങ്ങനെ സമയം ചെലവഴിക്കും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സമയം മാറ്റിവെക്കും. വൈ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഉണ്ടോ? എന്തിന് ഞാനിത് ചെയ്യുന്നു? ഉത്തരമൊന്നുമില്ല. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ആൻസർ ഒന്നുമില്ല. ഇവിടെയാണ് നിരന്തരമായി ഷോർട്സ് കാണുന്ന, നിരന്തരമായി റീൽസ് കണ്ട് സമയം ചെലവഴിക്കുന്ന ആളുകളിൽ ഇന്ന് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടുന്നുണ്ട്. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് വരലാണ്. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിലൊക്കെ അത് നന്നായി കാണാൻ കഴിയും. ഗെയിമിന് അഡിക്ഷൻ ഉള്ളവരിൽ, അതുപോലെ തന്നെ ലഹരിക്ക് അഡിക്ഷൻ ഉള്ള ആളുകളിൽ, മറ്റേതെങ്കിലും റീൽസുകളോ ഷോർട്സുകളോ നിരന്തരമായി കണ്ട് അതിനഡിക്റ്റായി പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ ബ്രെയിൻ ഫോഗ് വ്യാപകമാണ്. അവർക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ക്ലാസ് റൂമിൽ നിന്ന് അവരുടെ ശ്രദ്ധ പുറത്തേക്ക് പോകുന്നു. അവർക്കൊന്നിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് വളരാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു ഫീൽഡിൽ വളരണമെന്ന് കരുതിയാൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവർ ബ്ലോക്കിലാണ്. ഈ സാഹചര്യം നമ്മിൽ നിന്ന് അകലണം. അതിന് നമ്മൾ എല്ലാത്തരം അഡിക്ഷനുകളിൽ നിന്ന് രക്ഷപ്പെടണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നുള്ളത്. വിദ്യാർത്ഥി സമൂഹം ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. മൊബൈൽ എടുക്കുന്നു, ലൈക്കിനെ നോക്കുന്നു, കമൻറ്റിനെ നോക്കുന്നു, പിന്നെയും ആര് ലൈക്ക് അടിക്കുന്നു എന്ന് നോക്കുന്നു, ആരെങ്കിലും നെഗറ്റീവായ കമൻ്റ് അടിച്ചാൽ അതിൽ അസ്വസ്ഥരാകുന്നു. ഇങ്ങനെ ചെലവഴിക്കേണ്ട സമയമല്ല യൗവനത്തിലെ സമയം. അതിനിടയിൽ തന്നെ നമ്മോട് ചില കൂട്ടുകാരൊക്കെ വന്ന് തിന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. ഇവിടെ നമ്മൾ സൂക്ഷിക്കണേ. ഒരുപാട് ആളുകൾ തിന്മ ചെയ്യാൻ എന്നും കൂടെയുണ്ടാകും. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ് എന്ന് ഖുർആൻ ചോദിച്ചില്ലേ, തിന്മ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കും, പക്ഷേ നിങ്ങൾ തിന്മയോടൊപ്പമാകരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് ഈമാൻ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് 50 സ്വഹാബത്തിന് തുല്യമായ പ്രതിഫലമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചില്ലേ, എന്തായിരിക്കും നബിയെ അങ്ങനെ? 50 സ്വഹാബത്തിന് തുല്യമായ പ്രതിഫലം അവസാന കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ കാരണം,
ഇന്നക്കും തജിദൂന അലൽ ഖൈരി അഅവാന വലാ യജിദൂന അലൈഹി അഅവാന. നിങ്ങൾക്കൊക്കെ സ്വഹാബ, നിങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ കൂട്ടുകാരൊരുപാടില്ലേ? അവസാന കാലത്ത് നന്മയോട് സഹകരിക്കാനും ചേർന്ന് നിൽക്കാനും നന്മയോട് കൂടെ സഞ്ചരിക്കാനും ആളുകൾ വളരെ കുറവായിരിക്കും. അതിന് സഹായികളെ കിട്ടാത്ത കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് കൂട്ടുകാരധികവും ഉണ്ടാവുക തിന്മയിലാണ്, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക തിന്മയിലാണ്, കസിൻസ് ഉണ്ടാവുക തിന്മയിലാണ്. ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ് നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും. പക്ഷെ നമ്മൾ ജീവിതം സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നല്ല ഭാവി ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, എൻ്റെ മരണം നന്നാവണമെന്ന ചിന്തയുള്ളവർ, എൻ്റെ ആഖിറത്ത് നന്നാവണമെന്ന ചിന്തയുള്ളവർ, ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കാണെന്ന തിരിച്ചറിവുള്ളവർ, ഖബറിൽ ഞാൻ ഒറ്റക്കാണെന്ന ബോധ്യമുള്ളവർ, ഹിസാബിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട്സും കൂടെ വരില്ല എന്ന തിരിച്ചറിവുള്ളവർ, സ്വയം സുരക്ഷിതനാവാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. കുറേ കൂട്ടുകാർ വന്ന് തിന്മയിലേക്ക് ക്ഷണിച്ചാലും തൻ്റെ ഇടത്തോടെ പറയണം, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. പരിശുദ്ധ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെ കേട്ടു. ആ മനുഷ്യൻ്റെ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ കുറഞ്ഞ മനുഷ്യരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്താ ഒരു സ്പെഷ്യൽ ദുആ? അന്നേരം അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വിജയികളെ പറഞ്ഞത്, നന്ദിയുള്ളവരെ പറഞ്ഞത്, പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള മനുഷ്യരെ കുറിച്ച് പരിചയപ്പെടുത്തിയിടത്തൊക്കെ ഖലീൽ എന്നാ ഉപയോഗിച്ചത്. ഖലീലും മിൻ ഇബാദിയ ശക്കൂർ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. സ്വർഗ്ഗവാസികളിൽ അവസാനക്കാലക്കാർ കുറച്ചേയുള്ളൂ, ശുക്റുള്ളവർ കുറച്ചേ ഉണ്ടാകൂ. ഇബ്ലീസിന് സ്വാധീനിക്കാൻ കഴിയാത്തവരുടെ എണ്ണം കുറവായിരിക്കും. എന്നാൽ തിന്മ ചെയ്യുന്നവരോ, നന്ദിയില്ലാത്തവർ, ശുക്രില്ലാത്തവർ, ഈമാനില്ലാത്തവർ, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ എന്നൊക്കെ ഖുർആൻ പറഞ്ഞപ്പോൾ അക്സറുഹും അല്ലെങ്കിൽ കസീറും മിൻഹും എന്നാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അധിക ജനങ്ങളും ഉണ്ടാവുക തിന്മയിലാണെങ്കിലും ഞാനുണ്ടാകേണ്ടത് നന്മയുടെ പക്ഷത്താണ്. നന്മയുടെ പക്ഷം എന്നും കുറവായിരിക്കും. ആ കുറഞ്ഞവരിൽ ഞാനുണ്ടാകണമെന്നാണ് ഞാൻ ദുആ ചെയ്തത് എന്ന് അദ്ദേഹം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു. വളർന്നു വരുന്ന തലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്, അനുജന്മാരായ അനുജത്തിമാരായ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളോട്, നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കാൻ വരുന്ന കൂട്ടുകാരോട് നിങ്ങൾക്ക് 3 രീതിയിൽ പ്രതികരിക്കാൻ പറ്റും. 1, നിങ്ങളെ മനുഷ്യൻ നന്നാവാൻ വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യാം. 2, അതേ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ കവചങ്ങളും നമുക്കൊരുക്കാം. 3, ആ മനുഷ്യനെ സ്വകാര്യമായി തിരുത്താൻ കഴിയുമെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാം. ഒരിക്കലും ആരുടെയെങ്കിലും തിന്മ കണ്ട് കൂട്ടുകാരെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട്, സൗഹാർദ്ദങ്ങളൊക്കെ നീങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഡ്രഗിനോട് നമ്മൾ യെസ് പറഞ്ഞു പോകല്ലേ. നോ എന്ന് തൻ്റെ ഇടത്തോടെ എത്ര തവണ ആവർത്തിച്ചു പറയേണ്ടി വന്നാലും തിന്മയോടൊന്നും നോ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. നോ പറയാൻ പഠിക്കാത്ത ആളുകൾ ഈ കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് ട്രാപ്പുകളിൽ പോയി പെട്ടുപോകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫ്രണ്ട് സർക്കിൾ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരിക്കും നോ പറയാൻ നമുക്കുള്ള ഭയം. പക്ഷെ നിങ്ങൾ അറിയണേ, നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാർ സത്യത്തിൽ നിങ്ങളെ ശത്രുക്കളല്ല. അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ മിത്രങ്ങളല്ല, അവർ ഒറിജിനലി നിങ്ങളെ ശത്രുക്കളാണ്. തിന്മയിലേക്ക് ക്ഷണിക്കുന്നവരൊക്കെ ശത്രുക്കളാണ്, അവർ മിത്രങ്ങളല്ല. കൂട്ടുകാരെന്ന ഭാവേന നമ്മുടെ മുന്നിൽ വന്നിരുന്നാൽ പോലും തിന്മയിലേക്ക് അവർ ക്ഷണിക്കുന്നുവെങ്കിൽ അറിയേണ്ടത് അവർ നിങ്ങൾ ദുനിയാവിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങൾ പരലോകത്ത് സുരക്ഷിതരാവണമെന്ന് താല്പര്യപ്പെടുന്നവരുമല്ല. മറിച്ച് നിങ്ങളുടെ ഇരുലോക പരാജയം യാതൊരു പ്രയാസവുമില്ലാതെ നോക്കിക്കാണാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നർത്ഥം. ഒരു കാര്യം പുതിയ തലമുറ മനസ്സിലാക്കണം. ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹം പ്രത്യേകിച്ചും നമ്മെ ആരോ പറഞ്ഞു പറ്റിച്ച ചില സന്ദേശങ്ങളുണ്ട്. എൻ്റെ ലൈഫല്ലേ, ഞാനല്ലേ ഡിസിഷൻ എടുക്കേണ്ടത്, എൻ്റെ ജീവിതമല്ലേ, ഞാനല്ലേ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത്, ഇനി എന്താ പാരൻസിൻ്റെ റോള്, ഇനി എന്താ എൻ്റെ കുടുംബത്തിൻ്റെ റോള് എന്നൊക്കെ നമ്മെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ചിലരുണ്ട്. എൻ്റെ ടീച്ചേഴ്സിന് പോലും എൻ്റെ ലൈഫിൽ ഒരു റോളുമില്ല എന്നാരോ നമ്മെ പറഞ്ഞു പറ്റിക്കാറുണ്ട്. പക്ഷെ അറിയണേ, നമ്മളൊരിക്കലും നമ്മുടെ ഡിസിഷൻ പ്രകാരം ഭൂമിയിൽ വന്നവരല്ല. നമ്മുടെ ഫേസ് കട്ട് നമ്മുടെ തീരുമാനമല്ല. നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മുടെ മുഖഭാവം രൂപപ്പെട്ടത്, നമ്മുടെ കൈകാലുകൾ രൂപപ്പെട്ടത് ഒന്നും നമ്മുടെ ഡിസിഷൻ ആയിരുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഇന്ന് ഓരോ ദിവസവും റീപ്ലേസ് ചെയ്യുന്നതും റിന്യൂ ചെയ്യുന്നതുമായ ട്രില്യൺ കണക്കായ കോശങ്ങളുണ്ട്. നമ്മുടെ ഡിസിഷൻ പ്രകാരമല്ല. നമുക്ക് രോഗം വരുന്നത് നമ്മുടെ തീരുമാനമല്ല, മരണം വരുന്നത് നമ്മുടെ തീരുമാനപ്രകാരമല്ല. അപ്പോൾ ഒന്നും നമ്മുടെ തീരുമാനപ്രകാരമല്ലല്ലോ നടക്കുന്നത്. അതിൽ ഒരു വലിയ സന്ദേശമല്ലേ? അഥവാ നമ്മൾ ആരെയൊക്കെയോ അനുസരിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും
നമ്മുടെ തീരുമാനപ്രകാരം മാത്രം ജീവിക്കേണ്ടവരല്ല. നമ്മളിലുള്ളതൊന്നും നമ്മുടെ തീരുമാനപ്രകാരം വന്നതല്ലല്ലോ, നമുക്ക് പേരിട്ടതുപോലും നമ്മളല്ല. അപ്പോൾ സ്വാഭാവികമായും ആരെയൊക്കെയോ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്, ആരോടൊക്കെയോ നമുക്ക് കടപ്പാടുണ്ട്, ആരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ശരീരം പോലും നമ്മെ ക്ഷണിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഏതോ ഭൂമിയിൽ മുളച്ച ഭക്ഷണം നമുക്ക് ഭക്ഷണമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഏതോ കിണറുകളിൽ രൂപപ്പെടുന്ന വെള്ളം പാക്കറ്റുകളായി ഏതോ ഷോപ്പിലൂടെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചവൻ ആരാണ്? പ്ലാൻ ചെയ്തു വെച്ചവൻ ആരാണ്? അവനെ അനുസരിക്കേണ്ടതും അവൻ പറഞ്ഞതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എൻ്റെ ബാധ്യതയല്ലേ എന്ന ആലോചന നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ നന്മയുടെ സഹകാരികളായി തിന്മയിൽ നിന്ന് അകന്നു നിന്ന് തിന്മയെ തിരുത്താൻ കഴിയുന്നിടത്ത് തിരുത്തി നല്ല ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചനയും ചിന്തയുമുള്ളവരാവണം. നിങ്ങളെ വളർച്ചയുടെ റൂട്ട് മാപ്പുകളിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരിക്കലും തിന്മയുടെ സഹചാരികളായി ജീവിതം നഷ്ടപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ജീവിതം പഠിക്കാൻ, നന്മയെ പഠിക്കാൻ, നല്ല സ്വഭാവത്തെ പഠിക്കാൻ, നല്ല ജീവിത രൂപഭാവങ്ങളെ പഠിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. പെർഫെക്ഷനുള്ള ഏക ജീവിതം. ഏത് സ്വഭാവങ്ങൾ എടുത്തു നോക്കിയാലും ഏറ്റവും മഹോന്നതൻ അവരുടെ സ്വഭാവത്തിൽ നിന്ന് സ്വഭാവം പഠിച്ചാൽ, അവർ ജീവിക്കാൻ പറഞ്ഞ രീതിശാസ്ത്രം ജീവിതത്തിൽ അവലംബിച്ചാൽ ദുനിയാവിലും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.